ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. FC ബാഴ്സലോണ ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഒരു മികച്ച വിങ്ങറെ എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ്. വിങ്ങറെ വേണമെന്ന് ഹാൻസി ഫ്ലിക്ക് ഡെക്കോയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ഓപ്ഷനുകൾ ബാഴ്സ പരിഗണിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും അവർ പരിഗണിക്കുന്നത് ലിവർപൂളിൻ്റെ കൊളംബിയൻ സൂപ്പർ താരമായ ലൂയിസ് ഡയസിനെയാണ്. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ഡേവിഡ് ഓൺസ്റ്റൈൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പുതിയ വിവരം നൽകിയിട്ടുണ്ട്. അതായത് ബാഴ്സലോണ ലൂയിസ് ഡയസിന് വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതായത് ലൂയിസ് ഡയസിനെ വിൽക്കുമോ എന്ന കാര്യത്തിൽ ബാഴ്സ ലിവർപൂളിനോട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നു. പക്ഷെ അതിന് പോലും ലിവർപൂൾ തയ്യാറായില്ല എന്നുള്ളതാണ്. അതായത് ബാഴ്സയുടെ ഈ ഒരു സമീപനം അത് ലിവർപൂൾ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ കൊളംബിയൻ താരത്തെ ഒരു കാരണവശാലും വിൽക്കാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന നിലപാട് ലിവർപൂൾ ഇപ്പോൾ ബാഴ്സലോണയെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കോൺട്രാക്ട് അവസാനിച്ചുകൊണ്ട് ഡയസ് ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് പുറത്തു പോവുകയാണെങ്കിൽ പോലും താരത്തെ വിൽക്കാൻ ഓക്കെ അല്ല, അല്ലെങ്കിൽ താരത്തെ വിൽക്കാൻ ഉദ്ദേശമില്ല എന്ന നിലപാടാണ് ലിവർപൂൾ ഇപ്പോൾ ബാഴ്സയെ അറിയിച്ചിട്ടുള്ളത്. ഇതോടുകൂടി ബാഴ്സയുടെ മോഹങ്ങൾ ഇല്ലാതാവുകയാണ്. ഇനിയിപ്പോൾ ഡയസിനെ ലഭിക്കാൻ സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് ഓൺസ്റ്റൈൻ്റെ ഈ ഒരു റിപ്പോർട്ടിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു ഓപ്ഷനുകൾ ഇപ്പോൾ ബാഴ്സക്ക് പരിഗണിക്കേണ്ടി വരും. നമുക്കറിയാം പോർച്ചുഗീസ് സൂപ്പർ താരമായ റഫേൽ ലിയാവോയിൽ താല്പര്യമുള്ള ക്ലബ്ബാണ് ബാഴ്സ. അതുപോലെ തന്നെ മാർക്കസ് റാഷ്ഫോർഡിനെ വലിയ രൂപത്തിൽ അവർ പരിഗണിക്കുന്നുണ്ട്. ഡയസിനെ കിട്ടാത്ത സ്ഥിതിക്ക് റാഷ്ഫോർഡിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതകൾ തെളിഞ്ഞു കാണുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.